ഇഡിയിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നാണ് ഈ ചർച്ച നടത്തുന്നത്. നാളെ അതീവ നിർണായകമാണ്. വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എങ്ങനെ മുന്നോട്ട്, അടുത്ത ഘട്ടം എന്തായിരിക്കണം എന്ന ചർച്ചയാണ് ഇഡി ആസ്ഥാനത്ത് നടക്കുന്നത്. മാസപ്പടി കേസിൽ തുടർ നീക്കവുമായി ഇഡി വരികയാണ്. കേസിന്റെ തുടർകാര്യങ്ങൾക്കായി ഇഡി ഡയറക്ടർ കൊച്ചിയിലെത്തി. വീണ അടക്കമുള്ളവർക്കെതിരായ തുടർ നീക്കം നാളെ തീരുമാനിക്കും. വീണയുടെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിലും ചർച്ച നടക്കും. വീണയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലും ചർച്ച. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് കൊച്ചിയിൽ ചേരുക. അതേസമയം CMRL കേസിലെ നാളെ ഹൈക്കോടതി വിധി വരാനിരിക്കെയാണ് ഉന്നതർ കൊച്ചിയിലേക്ക് എത്തിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെയാണ് ഇഡി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം റെയ്ഡ് നടത്തിയത്. കമ്പനി മേധാവികളുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് CMRL കമ്പനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് സേവനങ്ങൾ നൽകാതെ 1.72 കോടി രൂപ നൽകിയെന്നതാണ് കേസിലെ പ്രധാന ആരോപണം. ഹൈക്കോടതി വിധിക്കും റെയ്ഡിനും പിന്നാലെ CMRL MD ശശീന്ദ്രൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്ക് ഇഡി വീണ്ടും സമൻസ് അയക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അടിയന്തര ഇടപെടൽ തേടി കമ്പനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അതേസമയം പിണറായി വിജയന്റെ വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെ തുടർന്ന് തലസ്ഥാന നഗരിയിലുണ്ടായ ആക്രമണ സംഭവങ്ങളും ക്രമസമാധാന തകർച്ചയും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയും എത്തി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജോജോ ജോസാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. റെയ്ഡിനെത്തിയ കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ നൽകുന്നതിൽ പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും ഇഡി ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിൽ സംസ്ഥാന പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും നിലവിലെ പോലീസ് അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികൾ പുറത്തുവരില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം കേസ് CBI ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടിയ ശേഷം കോടതിയെ അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിക്ക് സേവനങ്ങൾ നൽകാതെ 1.72 കോടി രൂപ നൽകിയെന്ന അഴിമതി ആരോപണത്തിലാണ് ഇഡി അന്വേഷണം നടക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ ഈ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി 2026 മെയ് 26 കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് മെയ് 27 ഇഡി വൻ റെയ്ഡിലേക്ക് കടന്നത്. മെയ് 27 രാവിലെ ഇഡി സംഘം പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വസതി, കണ്ണൂരിലെ കുടുംബ വീട്, മരുമകനും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വസതി, ബാംഗ്ലൂരിലെ എക്സാലോജിക്സ് ഓഫീസ് എന്നിവയുൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ബേക്കർ ജംഗ്ഷനിലെ 7 മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷം ഉച്ചയ്ക്ക് 2:40 അസിസ്റ്റന്റ് ഡയറക്ടർ C സനാദത്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള 12-അംഗ ഇഡി സംഘം 3 ഔദ്യോഗിക വാഹനങ്ങളിലായി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലസ്ഥാന നഗരിയെ നടക്കിയ ആക്രമണം അരങ്ങേറിയത്. ഇവരെ കൊല്ലട എന്നുള്ള കൊലവിളിയാണ് ഉണ്ടായത്. ഇരുമ്പ് വടികളും തടികളും കല്ലുകളുമായി സംഘടിച്ച 300ഓളം വരുന്ന ഭരണകക്ഷി SFI DYFI പ്രവർത്തകർ ഇഡി വാഹനങ്ങൾ വളയുകയും ഇവന്മാരെ കൊല്ലട എന്ന കൊലവിളിയോടെയുമാണ് ആക്രമികൾ വാഹനങ്ങൾക്ക് നേരെ തിരിഞ്ഞതും. ആക്രമണത്തിൽ ഇഡി ഉദ്യോഗസ്ഥർ സിഡ്സൺ ഡേവിഡ്, ഡ്രൈവർ ശ്യാം എന്നിവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. ഇവർ സഞ്ചരിച്ച 3 വാഹനങ്ങളുടെയും ചില്ലുകളാണ് ഇവർ തകർത്തത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം പൂർണ്ണമായി സംഭവിച്ചു. ഇഡി സംഘത്തിന് സംരക്ഷണം നൽകാൻ ശ്രമിച്ച വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്തിനും കല്ലേറിൽ പുരികത്തിന് മാരകമായി തന്നെ മുറിവേറ്റു. ആക്രമണത്തിന് ശേഷം പ്രതികളിൽ ചിലർ തൊട്ടടുത്തുള്ള CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ അഭയം പ്രാപിച്ചു. കസ്റ്റഡിയിലെടുക്കാൻ തിരുവനന്തപുരം DCP തപോഷ് ബസുമാതാരിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പാർട്ടി ഓഫീസ് വളഞ്ഞെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഇതിനെ ശക്തമായി പ്രതിരോധിച്ചു. CPIM ജില്ലാ സെക്രട്ടറി വി ജോയ്, മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് എന്നിവർ ഗേറ്റിൽ മനുഷ്യച്ചങ്ങല തീർത്ത പോലീസിനെ തടയുകയായിരുന്നു. പ്രതിഷേധം സമാധാനപരമായിരിക്കുമെന്ന് വാക്ക് ലംഘിച്ചതായി DCP വി ജോയോട് പരസ്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചെങ്കിലും ചാനൽ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് രാഷ്ട്രീയ നേതൃത്വം സ്വീകരിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പാർട്ടി നേതൃത്വം നിശ്ചയിച്ച 4 പേരെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന്
കൈമാറിയത്. കേസ് അന്വേഷിക്കുന്നതിന് ജൂനിയർ സബ് ഇൻസ്പെക്ടർ പ്രധാന പ്രതിയായ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പിൻവാതിലിലൂടെ രക്ഷപ്പെട്ടതും ആക്ഷേപം ഉയർത്തി. നിലവിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 2 എഫ്ഐആറുകളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത BNS വധശ്രമം സെക്ഷൻ 109, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ സെക്ഷൻ 132, പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമം സെക്ഷൻ 3/1 എന്നിവ പ്രകാരം ഒന്നാമത്തെ കേസെടുത്ത FIR നമ്പർ 0762/2026 CPO രജിത്തിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന ഒരാൾക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയുമാണ് രണ്ടാമത്തെ കേസ്. FIR നമ്പർ 0763/2026 മ്യൂസിയം സ്റ്റേഷനിലെ ജൂനിയർ സബ് ഇൻസ്പെക്ടർ മധു S ആണ് ഈ 2 സുപ്രധാന കേസുകളിലും സ്വയം അന്വേഷണം നടത്തുന്നത്. ഇതാണ് കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടാൻ ഹർജിക്കാരനെ പ്രേരിപ്പിച്ചത്. പ്രതിപക്ഷത്തെ പ്രമുഖർ MP-മാർ, MLA-മാർ, മുൻ മന്ത്രിമാർ എന്നിവർ നേരിട്ടിടപെട്ട പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച കേസിൽ ഒരു ജൂനിയർ സബ് ഇൻസ്പെക്ടർ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ സാധിക്കില്ല എന്ന ഹർജിയിൽ പറയുന്നു. ചാനൽ ക്യാമറകളിൽ ആക്രമണം ആസൂത്രണം ചെയ്ത നേതാക്കളുടെ ദൃശ്യങ്ങൾ കൃത്യമായി ഉണ്ടായിരുന്നിട്ടും FIR-ൽ ആരുടെയും പേര് ചേർക്കാതെ കണ്ടാൽ അറിയാവുന്ന 300 പേരെന്ന് മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷൻ വിവരങ്ങളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ പ്രാദേശിക പോലീസിന്റെ പരിധിയിലായാൽ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഇവ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് മാറ്റണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുകയാണ്. മനസ്സിലാക്കാം, കണ്ടറിയാം അടുത്ത ദിവസം എന്താണ് സംഭവിക്കുക എന്ന്.